അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിനെ തകർക്കാൻ ബ്രിട്ടീഷുകാരന്റെയും ജൂദായിസത്തിന്റെയും അച്ചാരം പറ്റി പടർന്നു പന്തരിച്ച ഈ സലഫിസത്തെ, ഈ വഹാബിസത്തെ ചേർത്തു പിടിക്കണമെന്ന് ആരു പറഞ്ഞാലും 1000 കുതിരശക്തികളോടെ നമ്മൾ അതിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കണം. ഇവരെ ഒരുപക്ഷെ ഈ രാജ്യത്തിന്റെ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ, പൊതുവായ വിഷയങ്ങളിൽ ഒരുപക്ഷെ ചേർന്ന് നിൽക്കേണ്ട സാഹചര്യം വരുമ്പോ നമ്മുടെ നേതൃത്വത്തിന്റെ തീരുമാനമനുസരിച്ച് ചേർന്ന് നിൽക്കാം. അതിനപ്പുറം അവരും നമ്മുടെ ആളുകളാണ് എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തിയാൽ വെഞ്ചതിരിനെ അകത്തു കയറ്റുന്നത് പോലെ അവർ ഈ ഉമ്മത്തിനെ തകർക്കും. അവർക്ക് ദാസ്യവേല ചെയ്ത പണി പരിചയമാണ്, പാരമ്പര്യമാണുള്ളത്. ഉമ്മത്തിന് ഒറ്റുകൊടുത്ത പാരമ്പര്യമാണുള്ളത്. അപ്പൊ ചില ആളുകൾ പറയും, അതിപ്പോ ചേർത്ത് പിടിക്കല്ലേ വേണ്ടത് എല്ലാരെയും, അല്ലെ? അങ്ങനെ ഉണ്ട് കുറച്ച് ചേർത്ത് പിടിക്കുന്ന ആൾക്കാർ, എല്ലാരെയും ചേർത്ത് പിടിക്കല്ലേ. എന്നാലോ ഈ ചേർത്ത് പിടിക്കണമെന്ന പായസം വെക്കുന്ന ആളുകൾ അവരെ രാഷ്ട്രീയ പാർട്ടിക്ക് പറ്റില്ലെങ്കിൽ, അവരുടെ സംഘടനക്ക് പറ്റില്ലെങ്കിൽ, അവരുടെ ആദർശത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ, അവരുടെ എതിർ സംഘടനകളുമായി വേദി പങ്കിട്ടാൽ നിഷ്കരുണം അവനെ മാറ്റി നിർത്തും, അവനെ സസ്പെൻഡ് ചെയ്യും, അവനെ ഡിസ്മിസ് ചെയ്യും. അവിടെ പ്രശ്നമില്ല, അല്ലെ? അവരായി 3-18 നമ്മളായി 3-15. അവിടെ ഓൽക്ക് പ്രശ്നമില്ല, അവർക്ക് എന്തും ചെയ്യാം. നമ്മൾ ഒരാളെ മാറ്റി നിർത്തിയാൽ ഒരുപക്ഷെ അവരൊക്കെ മാറ്റി നിർത്തുന്നത് ഈ രാജ്യത്തിന്റെ ഭൗതികമായ നേട്ടങ്ങൾക്ക്, രാഷ്ട്രീയമായ സംഘടനാപരമായ ലാഭങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൽപ്പെട്ട ഒരാളെ മാറ്റി നിർത്തുമ്പോ സമസ്തക്ക് ഒരുപക്ഷെ ഭൗതികമായ നേട്ടങ്ങളില്ല, സംഘടനാപരമായ തളർച്ചകൾ ഉണ്ടായേക്കാം. അതിലപ്പുറം അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ സംരക്ഷണമെന്ന ഉത്തരവാദിത്തമാണ് സമസ്ത നിർവഹിക്കുന്നത്. അത് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീന് പറഞ്ഞതാണ്. മൻ അഹബ്ബ ഫില്ലാഹി വഅബ്ഗള ഫില്ലാഹി വഅഅതാ ഫില്ലാഹി വമനഅ ഫില്ലാഹി ഫഖദ് ഇസ്തക്മല ദീൻ. എല്ലാവരെയും ചേർത്തു പിടിക്കുന്നതല്ല ദീൻ. ചേർത്തു പിടിക്കേണ്ടവരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചേർത്തു പിടിക്കണം, തടഞ്ഞു നിർത്തേണ്ടവരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ തടഞ്ഞു നിർത്തണം, മാറ്റി നിർത്തേണ്ടവരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ മാറ്റി നിർത്തണം. ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. അപ്പോഴാ ഈമാൻ പൂർണ്ണമാകുന്നത്. ചേർത്തു പിടിക്കുന്ന ഈമാൻ മാത്രമല്ല, അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തുന്നതും ഈമാനാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബ് റളിയല്ലാഹു അൻഹുവിനെ മാറ്റി നിർത്തിയത് എന്തിനാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനകൾക്ക് വിഘാതം സൃഷ്ടിച്ചപ്പോ കഅബ് റളിയല്ലാഹു അൻഹുവിനെ മാറ്റി നിർത്തിയെന്ന് മാത്രമല്ല, കഅബ് റളിയല്ലാഹു അൻഹു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബ് മുഖം തിരിക്കും. കഅബ് റളിയല്ലാഹു അൻഹു മുഖത്തേക്ക് നോക്കിയാൽ മുത്തുനബി കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയിട്ടാണ് കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ തൗബ സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചേർത്ത് പിടിച്ചത്. അതുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കലല്ല സമസ്തയുടെ പണി. ആദർശം, പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് ഒരു പോറലുമേൽക്കാതെ അതിലേക്ക് കടന്നു വരുന്ന ഏതൊക്കെ വശങ്ങളുണ്ടോ അതിനെയൊക്കെ തടഞ്ഞു നിർത്തി കൃത്യമായ ഒരു നിലപാടോടുകൂടെ സമസ്തക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ആ ആദർശം തകർന്നു പോയാൽ, ആ ആദർശത്തിൽ വെള്ളം ചോർന്നു പോയാൽ, ആ ആദർശത്തിന്റെ കണിശത നഷ്ടപ്പെട്ടു പോയാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തകർച്ചയാകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതിനെ തകർക്കണമെന്ന് പല കുബുദ്ധികളും പല രൂപത്തിലുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ മാത്രമല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6-ാം നൂറ്റാണ്ടിന്റെ ഘനാന്തകാരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദയുടെ മധുര മന്ത്രോച്ചാരണവുമായി കടന്നു വന്ന ആ കാലം തൊട്ട് തന്നെ ഇസ്ലാമിന്റെ ഇതപര്യന്തമുള്ള ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ തകർക്കാൻ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ചതിപ്രയോഗങ്ങൾ നടത്തിയവരുണ്ട്, വഞ്ചനകൾ നടത്തിയവരുണ്ട്, ചാരന്മാരെ പറഞ്ഞയച്ച് ഈ ഉമ്മത്തിന്റെ ഭദ്രതയെ നശിപ്പിക്കാൻ ശ്രമിച്ചവരുണ്ട്. അതിനിടയിൽ അവർക്ക് ഈ പരിശുദ്ധ ദീനിനെ വിട്ടുകൊടുക്കാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ ഇന്ന് നമുക്ക് കാണിച്ചു തരുന്നത് പോലെ നമ്മുടെ പ്രപിതാക്കളായ മുൻഗാമികളായ പണ്ഡിതന്മാർ, അഹ്ലുസ് സുന്നയുടെ പ്രാമാണികരായ ഇമാമുമാർ, മഹാനായ ഇമാം ശാഫിഈ തങ്ങളെ പോലെ, അബൂ ഹനീഫത്ത് നുഅ്മാൻ തങ്ങളെ പോലെ, അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ പോലെ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹും, ആ മഹാനുഭാവന്മാർ പ്രതിസന്ധികളുടെ കനൽ പദങ്ങളിലൂടെ കടന്നു പോരുമ്പോഴും അവർ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിനെ പണയം വെച്ചില്ല. അവർക്കും അഡ്ജസ്റ്റ്മെന്റുകൾ നടത്താമായിരുന്നു, എന്നാൽ സുഖസുന്ദരമായിട്ട് ജീവിച്ചു പോകാമായിരുന്നു. ഭരണകൂടങ്ങളിൽ നിന്ന് അവർക്ക് പട്ടുമെത്തയുടെ പരവതാനികൾ വിരിച്ചു കൊടുക്കുമായിരുന്നു. അഡ്ജസ്റ്റ് ചെയ്താൽ, ആദർശത്തിൽ ഒന്ന് കണ്ണടച്ചാൽ അവർക്ക് വലിയ വലിയ സൗകര്യങ്ങൾ കിട്ടുമായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് അതിന്റെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് എന്ന സുഖസുന്ദരമായ ഈ ആദർശത്തെ ഒരു രാഷ്ട്രത്തിന്റെ തമ്പുരാന്റെ മുമ്പിലും ഒരു സാമ്രാജ്യത്വത്തിന്റെ അധിപന്റെ മുമ്പിലും പണയപ്പെടുത്താതെയാണ് സ്വഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും അഇമ്മത്തു മശായിഖുമാരും ഈ പാരമ്പര്യത്തിന്റെ പൈതൃകമാകുന്ന അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ദീപശിഖ നമ്മളിലേക്ക് കൈമാറിയത്. ഇനി
നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വം വരുന്ന തലമുറയിലേക്ക് ഈ പരിശുദ്ധ ദീനിന്റെ പ്രഭമങ്ങാതെ ഒളിവുമങ്ങാതെ തെളിച്ചം അതേ രൂപത്തിൽ തന്നെ കൈമാറ്റം ചെയ്യപ്പെടുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളിലുണ്ട്. ആ ഉത്തരവാദിത്വ നിർവഹണത്തിന്റെ ഭാഗമാണ് നമ്മളിങ്ങനെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രബോധനവുമായി ബന്ധപ്പെട്ട് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഒരു ചോദ്യം വരുന്നുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അർറജുലു യസൂമു വയുസല്ലി വയഅ്തകിഫു അഹബ്ബു ഇലൈക ഔ യതകല്ലമു ഫീ അഹ്ലിൽ ബിദ്അ. ഒരു മനുഷ്യൻ അവൻ നിസ്കരിക്കുന്നുണ്ട്, അവൻ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, അവൻ അവന്റെ വൈയക്തികമായ ആരാധനയിൽ അവൻ സജീവമാണ്. അതാണോ നല്ലത്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വിശ്വാസത്തെ ഉമ്മത്തിനു പരിചയപ്പെടുത്തി കൊടുക്കുകയും അഹ്ലുൽ ബിദ്അത്തിന്റെ പൊള്ളത്തരങ്ങളെ തുറന്നു കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഏതാണോ നല്ലതെന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത് എന്താണ്? ഇദാ ഖാമ വസല്ല വഅതകഫ ഫഇന്നമാ ഹുവ ലിനഫ്സിഹി. അവൻ നിസ്കരിച്ചാലും അവൻ നോമ്പനുഷ്ഠിച്ചാലും അവൻ അവന്റെ വൈയക്തികമായ ഇബാദത്തുകളിൽ നിമഗ്നനായാലും അവൻ ചെയ്യുന്നത് ഫഇന്നമാ ഹുവ ലിനഫ്സിഹി, അത് അവന്റെ സ്വന്തം ശരീരത്തിന് വേണ്ടി മാത്രമാണ്. എന്നാൽ വഇദാ തകല്ലമ ഫീ അഹ്ലിൽ ബിദ്അ, ബിദ്അത്തിന്റെ അഹ്ലുകാരുടെ പൊള്ളത്തരങ്ങളെ ഈ സമൂഹ സമക്ഷം ധൈര്യസമേതം വിളിച്ചു പറയുന്നവർ അവർ ചെയ്യുന്നത് ഫഇന്നമാ ഹുവ ലിൽ മുസ്ലിമീൻ, അവൻ അവന്റെ വൈയക്തികമായ നേട്ടത്തിന് വേണ്ടി മാത്രമല്ല, മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ അവന്റെ ഈമാനിനു കാവൽ നിൽക്കുക എന്ന പ്രൗഢമായ ചരിത്രപരമായ ഉത്തരവാദിത്തമാണ്, മതപരമായ ദീനിയായ ഈമാനിന്റെ ഭാഗമായ ഉത്തരവാദിത്തമാണ് അവർ നിർവഹിക്കുന്നത്. അവൻ സ്വന്തമായി നിസ്കരിക്കുന്നതിനേക്കാൾ അവൻ നോമ്പനുഷ്ഠിക്കുന്നതിനേക്കാൾ ഈ സുന്നത്തു ജമാഅത്തിന് വേണ്ടി ചെയ്യുന്ന സേവനമാണ് ഏറ്റവും അഫ്ളലായത്, ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച സുന്ദരമായ പാത നമ്മുടെ മുമ്പിലുണ്ട്. അവിടെയാണ് സമസ്തയുടെ പണ്ഡിതന്മാരുണ്ടായത്. അവിടെയാണ് മഹാനായ വരക്കൽ തങ്ങളും പാങ്ങിൽ ഉസ്താദും പറവണ്ണ ഉസ്താദും വാളക്കുളം ഉസ്താദും മഹാനായ ശംസുലമയും കണ്ണിയത്ത് ഉസ്താദും കാളമ്പാടി ഉസ്താദും ചെറുച്ചേരി ഉസ്താദും കോയക്കുട്ടി ഉസ്താദും കുമരമുത്തൂർ എ പി ഉസ്താദ് അടക്കമുള്ള ഈ അടുത്ത് നമ്മോട് വിട പറഞ്ഞ മഹാന്മാരായ പണ്ഡിതന്മാർ മുഴുവൻ നമുക്ക് മുന്നിൽ നിന്ന് വഴി കാണിച്ചു തന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായി ആ സുന്നത്തു ജമാഅത്തിനെ കൊത്തി നോവിക്കാനും കൊത്തിവലിക്കാനും ഈ ആദർശത്തിന്റെ പാരമ്പര്യത്തെ തച്ചു തകർക്കാനും ശ്രമിച്ചവർക്കെതിരെ പടപൊരുതാനും അവർക്കെതിരെ ഉജ്ജ്വലമായ നിലപാടുകൾ സ്വീകരിക്കാനുമാണ് നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള ഈമാനിന്റെ വഴി. അവരെ മനസ്സിലാക്കി സുന്നത്തു ജമാഅത്തിന്റെ ആദർശത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് വരേണ്ടത്. നമ്മൾ ആലോചിക്കണം, ഇവിടെ പ്രത്യക്ഷപ്പെട്ട എല്ലാ ബിദ്അത്തിന്റെ അഹ്ലുകാരുടെയും സ്വഭാവം എന്തായിരുന്നു? മഹാന്മാരോടുള്ള ആദരവ് നഷ്ടപ്പെടുത്തുക, ഈ ഉമ്മത്തിന്റെ ഹൃദയത്തിൽ നിന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ ശിആറുകളോടുള്ള ആദരവിനെ നഷ്ടപ്പെടുത്തുക എന്നതായിരുന്നു. സ്വഹാബത്തിന്റെ ഈമാനിന്റെ ഏറ്റവും ഉന്നതമായ പവർ എന്താണ്? സ്വഹാബത്തിന്റെ ഈമാനിന്റെ ഏറ്റവും വലിയ പവർ ബിമഹബ്ബത്തിൻ നബിയിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയോടുള്ള ആദരവായിരുന്നു, മഹബ്ബത്തായിരുന്നു. നബി തങ്ങളോടുള്ള മഹബ്ബത്തിനെ ഉമ്മത്തിന്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റിയവരാണ് ഇവിടെയുള്ള പുത്തൻ പ്രസ്ഥാനങ്ങൾ മുഴുവൻ. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ആദരവ്. തഅദീമു മാ അല്ലമല്ലാഹ് വതഹ്തീറു മാ ഹഖറല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുകയും അല്ലാഹു നിന്ദിച്ചതിനെ നിന്ദിക്കുകയും ചെയ്യുക എന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ആ തത്വത്തിൽ നിന്ന് വ്യതിചലിച്ചവരാണവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഈമാനിന്റെ മധുരം ആസ്വദിക്കാൻ കഴിയണോ? സലാത്തുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. ഈമാൻ അവൻ ആസ്വദിക്കാൻ കഴിയണോ? നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിന്റെ രുചി നമുക്ക് ആസ്വദിക്കാൻ കഴിയുമ്പോഴാണ് ആ ഭക്ഷണം നമുക്ക് ആനന്ദകരമായിട്ട് കഴിക്കാൻ കഴിയുക. ഇല്ലെങ്കിൽ നമുക്ക് മടുത്തു പോകും. പരിശുദ്ധ ഇസ്ലാമിന്, ഈമാനിന്, നമ്മുടെ വിശ്വാസത്തിന് ഒരു രുചിയുണ്ട്. നിസ്കാരത്തിന് ഒരു രുചിയുണ്ട്. ഹജ്ജ് ചെയ്യുന്നതിന് ഒരു രുചിയുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ടിക്കറ്റ് കൊടുത്ത് ചെലവഴിച്ച് ടിക്കറ്റുമായി നമ്മൾ കടുത്ത ചൂടിലാണ് ഈ വർഷം ഹജ്ജിന് പോയത്. ആ ഹജ്ജില് ചുട്ടുപടുത്ത മണലിലൂടെ അവർ നടക്കുമ്പോഴും അവരുടെ ഹൃദയത്തിന് ഒരു രുചിയുണ്ട്. അതാണ് ഈമാനിന്റെ രുചി. ആ രുചി നിങ്ങൾക്ക് കിട്ടണോ? ലോകത്തുള്ള സർവ്വചരാചരങ്ങളെക്കാൾ, ലോകത്തുള്ള സർവ്വതിനേക്കാളും അല്ലാഹുവും അവന്റെ റസൂലും അവൻ ഒന്നാമതാകണം. ഈ മഹബ്ബത്താണ് സ്വഹാബത്തിന്റെ ഈമാനിനെ വർദ്ധിപ്പിച്ചത്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്രമേൽ അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചു എന്ന് നമുക്കറിയാലോ. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്രത്തോളം എന്ന് വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഇഷ്ടം, നബി തങ്ങൾക്ക് എന്തായിരുന്നു ഇഷ്ടം അതായിരുന്നു അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് ഇഷ്ടം. ആ സ്നേഹത്തിനെ വാക്കുകൊണ്ട് കോറിയിടാൻ കഴിയില്ല. സയ്യിദുനാ അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ റളിയല്ലാഹു അൻഹു അവിടുന്ന് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് അവിടുത്തെ പ്രിയപ്പെട്ട പിതാവ് അബൂ ഖുഹാഫ മുസ്ലിമാകുന്നത് റളിയല്ലാഹു അൻഹു. അവർ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയായി അഫ്ളലുൽ
അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ, ആ സിദ്ദീഖ് തങ്ങളുടെ വാപ്പ മുസ്ലിമായിട്ടില്ല. അങ്ങനെ ഒരുപാട് വാർദ്ധക്യ സഹജമായ സാഹചര്യത്തിൽ അബൂ ഖുഹാഫ മുസ്ലിമാകാൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക് വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക് വരുന്ന സമയത്ത് ആ പരിശുദ്ധമായ കൈയിലേക്ക് അബൂ ഖുഹാഫ തങ്ങൾ അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു ഫലമ്മാ മദ്ദ യദഹു യുബായിഉഹു, നബി തങ്ങളെ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി അവിടുത്തെ നുബുവത്തിന്റെ കരങ്ങളിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് അബൂ ഖുഹാഫ തന്റെ കരങ്ങൾ ചേർത്ത് വെച്ചപ്പോൾ ഫബക അബൂബക്കർ സിദ്ദീഖ് എന്നവർ കരഞ്ഞു. തന്റെ പിതാവ് മുസ്ലിമാകുമ്പോൾ കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാ യുബ്കീക യാ അബൂബക്കർ, അബൂബക്കർ സിദ്ദീഖ് എന്നവരെ ആ സന്തോഷദായകമായ ഈ സന്ദർഭത്തിൽ അങ്ങ് എന്തിനു കരയണമെന്ന് ചോദിക്കുമ്പോൾ ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഒന്നാമത്തെ ചക്രവർത്തി അബൂബക്കർ സിദ്ദീഖ് തങ്ങളെന്ന ഈമാനിന്റെ മാതൃക മറുപടി പറഞ്ഞത് എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് ല അൻതകൂന യദു അമ്മിക, നബിയെ എന്റെ പ്രിയപ്പെട്ട പിതാവ് അങ്ങയുടെ നുബുവത്തിന്റെ കരങ്ങളെ ചേർത്ത് പിടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമത്തു ഷഹാദയുടെ മധുര മന്ത്രോച്ചാരണം നടത്തും എനിക്ക് ഹൃദയത്തിൽ സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ ആഗ്രഹിച്ചു പോയത് എന്റെ പിതാവ് മുസ്ലിമാകുന്നതിനേക്കാൾ എന്റെ ഹബീബ് ആഗ്രഹിച്ചത് അങ്ങയുടെ പിതൃവ്യനായ അബൂ ത്വാലിബ് മുസ്ലിമായിരുന്നെങ്കിൽ അങ്ങേക്ക് ഇതിനേക്കാൾ വലിയ സന്തോഷമാകുമായിരുന്നല്ലോ എന്ന് ഞാൻ ആലോചിച്ചു പോയി. അങ്ങേക്കില്ലാത്ത ഒരു സന്തോഷം എനിക്ക് കിട്ടിയപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോയതാണ് ഹബീബ് എന്ന് പറയുന്ന ഈമാനിന്റെ ഉജ്ജ്വലമായ മഹബ്ബത്തിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ് സ്വഹാബത്തിന്റെ ഈമാൻ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അങ്ങനെയാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ജീവിതം അങ്ങനെയാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ജുമുഅ നിസ്കരിക്കാൻ വേണ്ടി ഖുതുബ ഓതാൻ, ഖലീഫയാണല്ലോ ഖുതുബ ഓതുന്നത്, ഖലീഫ ഖുതുബ ഓതാൻ വേണ്ടി നടന്നു വരുമ്പോഴാണ് വഴിയിലേക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെ ഒരു പാത്തി, വീട്ടിൽ നിന്ന് വേസ്റ്റ് വെള്ളങ്ങളൊക്കെ ഒഴുക്കി വിടുന്ന ഒരു പാത്തിയുണ്ട്. ആ പാത്തിയിലൂടെ അന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ മാംസം വാങ്ങിയിരുന്നു. ആ മാംസമൊക്കെ കഴുകി അതിന്റെ രക്തം പുരണ്ട വെള്ളം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിലെ മദീനത്തെ പള്ളിയിലേക്ക് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ചക്രവർത്തി ഖുതുബയോദാൻ വരികയാണ്. ഖുതുബയോദാൻ വരുന്ന ഉമർ ബിൻ ഫാറൂഖ് തങ്ങളുടെ ശരീരത്തിലേക്ക് ആ വെള്ളം വീണു. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ആ പാത്തി വലിച്ചിട്ടു. ജുമുഅ കഴിഞ്ഞതിന് ശേഷം ആളുകളൊക്കെ ഒരുമിച്ച് കൂടി നിൽക്കുന്നതിനിടയിലാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്ന് ചോദിക്കുന്നത്, ആരാണ് ഇത് നശിപ്പിച്ചു കളഞ്ഞത്? ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, ജനങ്ങൾ നടക്കുന്ന വഴിയിലേക്കാണോ ഇങ്ങനെ വേസ്റ്റ് വെള്ളം വിടുന്നത്? ഇതൊരിക്കലും ശരിയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത് എന്താണെന്നറിയോ? അതെടുക്കാൻ ഞാൻ വൈകിയതിന്റെ കാരണം ആ പാത്തി അവിടെ വെച്ചത് ബിയദിൻ നബിയിൽ മുസ്തഫ, നബിയുടെ കൈകൊണ്ട് വെച്ചതാണ്. ഇത് കേട്ടപ്പോഴേക്ക് ഫബകാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആരാ കരഞ്ഞത്? സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്. നീതിയുടെ പര്യായമായ, ധീരതയുടെ പര്യായമായ കിസ്റയുടെയും കൈസറിന്റെയും ചെങ്കോട്ടകളെ ഉറപ്പിച്ച, ബൈസന്റിയൻ സാമ്രാജ്യങ്ങളെ കാൽപ്പിടിയിൽ ഒതുക്കിയ, ഇന്നത്തെ അമേരിക്കയുടെ 10 ഇരട്ടി വലിപ്പമുള്ള റോമാ സാമ്രാജ്യത്തെ കിടിലം കൊള്ളിച്ച ഫാറൂഖ് ഹാദിഹിൽ ഉമ്മത്തി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. ഇബ്നു അബ്ബാസ് തങ്ങളോട് പറഞ്ഞു, ഇബ്നു അബ്ബാസ് എന്നവരെ അറിഞ്ഞില്ല ഞാൻ ഇതാ ഇവിടെ മുട്ടുകുത്തി നിൽക്കാം. എന്റെ തോളിൽ ചവിട്ടിയിട്ട് ആ പാത്തി നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങൾ അത് അവിടെ തന്നെ വെക്കണമെന്ന് പറഞ്ഞപ്പോ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, വേണ്ട, അത് ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോ, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ ഇവിടെ മുട്ടുകുത്തി നിൽക്കാം, എന്റെ ചുമലിൽ കയറിയിട്ടത് വെക്കണമെന്ന് പറഞ്ഞ സ്നേഹം, ആദരവ്, തഅ്ളീം, അതാണ് സ്വഹാബത്തിന്റെ ഈമാൻ. ആ ഹബീബിനെ കുറിച്ച് സാധാരണ മനുഷ്യനെന്ന് പഠിപ്പിച്ചവരാരാണ്? ആ ഹബീബിന്റെ ജന്മഗേഹം തകർത്തവരാരാണ്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് ആധാറുകളെ തകർത്തവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത മഹാനായ സലമത്ത് ബിനുൽ അക്വഅ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് എന്നാൽ മഹാന്മാരോടുള്ള ആദരവാണ്, അദബാണ്. ആ അദബാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കേണ്ടത്. ബഹുമാനപ്പെട്ട സലമത്ത് ബിനുൽ അക്വഅ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവമുണ്ട്. സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെയൊക്കെ കാലശേഷം ബഹുമാനപ്പെട്ടവർ റബദയിലാണ് താമസമുള്ളത്. ഒരിക്കൽ താബിഈങ്ങളിൽപ്പെട്ട മഹാന്മാർ ആ വഴി യാത്ര ചെയ്യുമ്പോൾ അവർ പറയാണ്, ഇവിടെയാണ് സലമത്ത് ബിൻ അക്വഅന്റെ വീടുള്ളത്. നമ്മളുണ്ടല്ലോ, ഒരു യാത്ര പോകുമ്പോ ഇവിടെ ഇന്നാലിന്ന മഹാനുണ്ട്, ഇവിടെ നിന്ന് കയറി ദുആ ചെയ്തിട്ട് പോകാം, അവരെ ഒന്ന് കണ്ടുപോകാം, ബറക്കത്തെടുത്തു പോകാം. അത് സുന്നത്തു ജമാഅത്താണ്. അതാണ് സമസ്ത ഇവിടെ പഠിപ്പിച്ചത്. അവർ പോയി മഹാനായ സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനെ ബൈഅത്ത് ചെയ്യാൻ സ്പർശിച്ച ആ കൈ അവർ ചുംബിച്ചു തിരിച്ചു പോന്നു. ഇതാണ് സുന്നത്തു ജമാഅത്ത്. ഈ സുന്നത്തു ജമാഅത്തിന്റെ ഈ പാരമ്പര്യത്തെ തകർക്കാൻ, ഈ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ ആദരവിനെ തകർക്കാനാണ് എല്ലാ കാലത്തും ബിദ്അത്തിന്റെ ശക്തികൾ ശ്രമിച്ചിട്ടുള്ളത്. സ്വഹാബത്ത് കാണിച്ച ഒരുപാട്
സ്നേഹത്തിന്റെ ആദരവിന്റെ ചരിത്രങ്ങൾ കാണാം. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ കിടക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, വമാ കുൻതു അതീഖു അൻ അംല ഐനി മിൻഹു ഇജ്ലാലൻ ലഹു. എനിക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കാൻ ഭയമായിരുന്നു. എന്തേ? നബി തങ്ങൾ ഒന്നും ചെയ്തിട്ടല്ല, ഇജ്ലാലൻ ലഹു, നബി തങ്ങളോടുള്ള വല്ലാത്തൊരു തഅദീം കാരണം. ഈ തഅദീമിനെ, ആദരവിനെ നശിപ്പിക്കുക മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അതുപോലെ സ്വഹാബത്തിനോടുള്ള ആദരവിനെ നഷ്ടപ്പെടുത്തുക എന്നത്, സ്വഹാബത്തിനോടുള്ള ആ മഹബ്ബത്തിനെ നഷ്ടപ്പെടുത്തുക എന്നത്, നബി തങ്ങളെ വളരെ മോശമായി വിമർശിക്കുകയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകളെ തകർക്കുകയും ചെയ്തത് വഹാബികളാണ്. അള്ളാന്റെ ഹബീബിന്റെ കൈ സ്പർശിച്ചതിന്റെ പേരിലാണ് സ്വഹാബത്ത് അവിടെ ചുംബിച്ചത്. അള്ളാന്റെ ഹബീബിന്റെ കൈ കൊണ്ട് വെച്ച പാത്തി ആയതുകൊണ്ടാണ് ഉമർ എന്ന രാജാവ് കരഞ്ഞത്. അവിടെയാണ് ഹബീബ് ജനിച്ച സ്ഥലം ഇവർ തകർത്തു കളഞ്ഞു. ഹബീബിന്റെ ആസാറുകൾ നിരവധി ഇവർ തകർത്തു കളഞ്ഞു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാത്രമല്ല, സ്വഹാബത്തിന്റെ ഖദീജ ബീവിയുടെ, സുദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ, ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ, അങ്ങനെ നൂറുകണക്കിന് വരുന്ന സ്വഹാബത്തിന്റെ, അതിനുശേഷം വന്ന താബിഈങ്ങളുടെ, ആ മഹാന്മാരുടെയൊക്കെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ആസാറുകളുണ്ട്. ആ ആസാറുകളിൽ ഈമാനിന്റെ അടയാളങ്ങളുണ്ട്. അതുകൊണ്ടല്ലേ വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ ശരീഫ് നിർമ്മിക്കുമ്പോൾ നിന്ന സ്ഥലം എന്തേ അല്ലാഹു പറഞ്ഞത്? ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഅ്മിനീങ്ങളോട് പറയാണ്, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. ഇബ്രാഹിം നബി നിന്ന ആ സ്ഥലം നിങ്ങൾ നിസ്കാരത്തിന്റെ സ്ഥലമാക്കണം. മഖാമു ഇബ്രാഹിം, പരിശുദ്ധ കഅബ ശരീഫിന്റെ ഓരത്ത് നമുക്കത് കാണാം. അല്ലാഹു അവിടെ എത്താനും നിസ്കരിക്കാനും നമുക്ക് ഭാഗ്യം തരട്ടെ. എന്തേ ഇബ്രാഹിം നബിയുടെ കാലു പതിഞ്ഞ മണ്ണിൽ നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറയുന്നത്? മഹാന്മാരുടെ ആസാറുകൾ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. ഇന്നും ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാ, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാ, സഫാ മലയും മർവ മലയും രണ്ട് കുന്നുകളാണ്. ആ രണ്ട് കുന്നുകൾ അല്ലാഹുവിന്റെ ദീനിന്റെ ശിആറാണ്. എങ്ങനെയാണ് അല്ലാഹുവിന്റെ ദീനിന്റെ അടയാളമായി മാറിയത്? അവിടെയാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് വെള്ളമുണ്ടോ എന്ന് നോക്കാൻ മഹദിയായ ഹാജർ റളിയല്ലാഹു അൻഹ നടന്നത്. അവർ നടന്ന ആ സ്മരണ കൊണ്ടാണ് 6-7 കിലോമീറ്റർ സഫാ മർവക്കിടയിൽ നമ്മൾ സഈ ചെയ്ത് നടക്കുന്നത്. ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഅ്മിനീങ്ങൾ ഇന്ന സഫാ വൽ മർവ അല്ലാഹുവിന്റെ ആ ശിആറിനെ ആദരിക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. മഹാന്മാരോടുള്ള ആദരവിനെയാണ് പരിശുദ്ധ ദീൻ പഠിപ്പിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകളെ തകർത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫമാരുടെ ആസാറുകളെ തകർത്തത്, അവരോടുള്ള മഹബ്ബത്തിനെ നശിപ്പിച്ചു കളഞ്ഞത്. മഹാനായ സുദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമറുൽ ഫാറൂഖ് തങ്ങളെ കുറിച്ചും മഹാന്മാരായ ഇമാമുമാർ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ, കാന സലഫു യുഅല്ലിമൂന ഔലാദഹു ഹുബ്ബ അബീ ബക്കറിൻ വ ഉമറ. അബൂബക്കർ സുദീഖ് തങ്ങളെയും ഉമറുൽ ഫാറൂഖ് തങ്ങളെയും മഹബ്ബത്ത് വെക്കുന്നതിനെ കുറിച്ച് സലഫുകൾ, മുൻഗാമികളായ മഹാന്മാർ അവരുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. എങ്ങനെ? കമാ യുഅല്ലിമൂന സൂറത മിനൽ ഖുർആൻ, ഖുർആനിലെ സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ ഈ മഹാന്മാരുടെ ജീവിതം, ഈ മഹാന്മാരുടെ മഹബ്ബത്ത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ മഹാന്മാരെ ആദരിക്കുന്ന പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ സുന്ദരമായ മാർഗം, അതാണ് സിറാത്തുൽ മുസ്തഖീം. ഇനല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. മഹാന്മാരുടെ മാർഗം അതാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ചവരുടെ മാർഗം. ആ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ നിന്ന് ഉമ്മത്തിനെ പിന്തിരിപ്പിക്കണം. അതിനുവേണ്ടി പ്രാമാണികരായ പണ്ഡിതന്മാരിൽ നിന്ന് ഉമ്മത്തിന്റെ ശ്രദ്ധ തിരിക്കണം. അവർ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് പറയണം. സക്കരിയ സ്വലാഹിയൊക്കെ പ്രസംഗിച്ച് നടന്നത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. എന്ത് ഇമാം ഷാഫി നമ്മളെ പോലത്തെ ഒരാൾ എന്നല്ലാതെ. ഇങ്ങനെ പ്രാമാണികരായ മുജ്തഹിദുകളായ ഇമാമുമാരെ പോലും വളരെ മോശമായി ചിത്രീകരിച്ച് ഉമ്മത്തിന്റെ ഹൃദയത്തിൽ നിന്ന് അവരോടുള്ള ആദരവിനെ നഷ്ടപ്പെടുത്തുക. ഇതന്നെയാണ് വഹാബികൾ. അവർ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ ചെയ്തത് ഇതാണ്. ആസാറുകളെ നശിപ്പിച്ചു, തസ്ബീഹ്മാലെ പാടില്ല എന്ന് പറഞ്ഞു. മഹാനായ ഇമാം ജസൂലി റളിയല്ലാഹു അൻഹുവിന്റെ ദലായിലുൽ ഖൈറാത്തിനെ നശിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാ റസൂലല്ലാഹ് എന്ന് വിളിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ആ ഒരു മഹാന്മാരുമായുള്ള ബന്ധം നശിപ്പിക്കുകയാണ് അവർ ചെയ്തത്. അല്ലേ? ഇവർ പ്രത്യക്ഷപ്പെട്ടിട്ട് വിശുദ്ധമായ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്ത് നമ്മൾ ആ ചരിത്രത്തെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇബ്നു അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ ഹിജ്റ 1111 അതല്ല 15 എന്നും അഭിപ്രായമുണ്ട് ഇദ്ദേഹം ജനിക്കുന്നത്. അങ്ങനെ ദർഇയയിലെ ഭരണാധികാരി മുഹമ്മദ് ബിൻ സഊദിന്റെ സഹായത്തോടു കൂടെയാണ് ഇദ്ദേഹത്തിന്റെ ഈ തീവ്ര നിലപാടുകൾ, പരിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യത്തെ തച്ചുടക്കുന്ന ഈ നിലപാടുകൾ അദ്ദേഹം ലോകത്ത് മുഴുവൻ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞെന്താണ്? ഇത്രയും കാലം ഇവിടെ ജീവിച്ച ആളുകളൊന്നും മുസ്ലിമീങ്ങളല്ല, അവരൊക്കെ മുശ്രിക്കുകളാണ്, അവരെ കൊന്നുകളയൽ ഹലാലാണെന്ന് പറഞ്ഞ് വിവരമില്ലാത്ത പാവപ്പെട്ട ആളുകളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി ആയിരക്കണക്കിന് വരുന്ന അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ മക്കളെ. ഞാൻ പറഞ്ഞു വന്നത്
മുൻഗാമികളായ ആളുകളൊക്കെ ഇസ്ലാം എന്ന് പുറത്താണ്, അവരെയൊക്കെ കൊന്നുകളയണമെന്ന് പറഞ്ഞിട്ടാണ് ഈ വഹാബിസം കടന്നു വരുന്നത്. എന്നിട്ടോ അവർ വിശുദ്ധമായ ഖുർആനിൽ മക്കത്തെ മുശ്രിക്കീങ്ങളുടെ മേലിൽ ഇറങ്ങിയ ആയത്തുകളൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് മുസ്ലിമീങ്ങളുടെ മേലിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു. ഇത് ഖവാരിജിയത്തിന്റെ സ്വഭാവമാണ്, ഖവാരിജിയത്തിന്റെ സ്വഭാവമാണ്. അവരാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഹും ശിറാറുൽ ഖൽഖ്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശക്കാരാണ് അവർ എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ തങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞു. എന്താ കാരണം? ഇന്നഹും ഇൻതലഖു ഇലാ ആയാത്തിൻ നസലത് ഫിൽ കുഫാർ, കാഫിരീങ്ങളുടെ മേലിൽ ഇറക്കപ്പെട്ട ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്ത് മുസ്ലിമീങ്ങളുടെ മേൽ കെട്ടിവെക്കുകയാണ്. ഇതുതന്നെയാണ് ഇബ്നു അബ്ദുൽ വഹാബും ചെയ്തത്. 1146 ഇബ്നു അബ്ദുൽ വഹാബ് ഹജ്ജിന് വേണ്ടി വരികയാണ്. 30ഓളം വരുന്ന പണ്ഡിതന്മാർ, അഥവാ അദ്ദേഹത്തിന്റെ ആട്ടത്തിന് തുള്ളുന്ന പണ്ഡിതന്മാർ, 30ഓളം വരുന്ന കൊട്ടാര പണ്ഡിതന്മാർ, പരിശുദ്ധ ദീനിനെ പണയം വെക്കാൻ മടിയില്ലാത്ത പണ്ഡിത വേഷധാരികൾ, ഇവരുടെ കൂടെയാണ് ഹജ്ജിന് വരുന്നത്. ഹജ്ജിന് വരുന്നത് എന്തിനാണ്? ഈ ഹജ്ജിന്റെ മറവിൽ വഹാബിസത്തെ പ്രബോധനം ചെയ്യണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സമ്മതം വാങ്ങിയത്. അന്നത്തെ മസ്ഊദ് ബിൻ സഊദ് എന്ന് പറയുന്ന ഹറമൈനിൽ ഭരണം നടത്തുന്ന രാജാവിന്റെ സമ്മതത്തോടുകൂടെ ഇവർ വന്നു. രാജാവിന് ഇവരെ കുറിച്ച് നേരത്തെ ധാരണയുള്ളത് കൊണ്ട് ഹറമൈനിയിലെ മഹാന്മാരായ പണ്ഡിതന്മാരെ ഈ രാജാവ് ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് ഇബ്നു അബ്ദുൽ വഹാബിന്റെ കൂടെ വന്ന പണ്ഡിതന്മാരുമായിട്ട് ഒരു സംവാദം നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പരസ്പരം സംവദിച്ചപ്പോ ഹറമൈനിയിലെ പണ്ഡിതന്മാർക്ക് ഇവർ കേവലം ഒരു കോമാളികളായിട്ട് മനസ്സിലായത്. കാരണം ഒരടിസ്ഥാനവുമില്ലാതെ, പരിശുദ്ധ ദീനിന്റെ ഒരു അടിത്തറയും പ്രമാണവുമില്ലാതെ മുസ്ലിമീങ്ങളെ മുഴുവൻ മുശ്രിക്കാക്കുന്നവരാണ് ഇവർ. അതുകൊണ്ട് അന്നത്തെ ഭരണാധികാരി, അന്നത്തെ കോടതിയിൽ വിധി വന്നു, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും അവന്റെ ആശയധാരയെ പിൻപറ്റുന്ന ഒരാളും ഇനി ഹജ്ജിന് വരാൻ പാടില്ല എന്ന് രാജാവ് വിധി കൽപ്പിച്ചു. അങ്ങനെ അവർ 1186 വരെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആളുകൾക്ക് ഹജ്ജ് പോലും നിരോധിക്കപ്പെട്ടു. കാരണം അത്രമേൽ അപകടകരമായ ആശയത്തെയാണ് അവർ പ്രതിനിധാനം നൽകിയത്. പിന്നെ ഇവർക്ക് വളർച്ചയുണ്ടായത് എങ്ങനെ? ഞാൻ വളരെ ചുരുക്കി മാത്രം പറയുകയാണ്. പിന്നീട് ഇവർക്ക് വളർച്ചയുണ്ടായത് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിലാണ്. ബ്രിട്ടീഷുകാരാണ് തുർക്കി ഖിലാഫത്തിനെ തകർക്കാൻ, വളരെ ഗൗരവത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, ഇവിടെ സമസ്ത എന്തുകൊണ്ടുണ്ടായി എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ പറയുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ മാത്രം ഉരുവപ്പെട്ടു വന്ന ഒരു സാഹചര്യത്തിൽ നിന്നല്ല ഇവിടെ സമസ്തയുണ്ടായത്. സമസ്തയുണ്ടായതിന് ആഗോളതലത്തിൽ ഒരു പശ്ചാത്തലമുണ്ട്. നൂറ്റാണ്ടുകൾ, 5 നൂറ്റാണ്ട് 6 നൂറ്റാണ്ടുകളോളം മുസ്ലിം ഉമ്മത്തിന്റെ നെടുനായകത്വം വഹിച്ച തുർക്കി ഖിലാഫത്ത് തകർക്കപ്പെട്ടു. തുർക്കി ഖിലാഫത്തിനെ തകർത്തത് ബ്രിട്ടീഷുകാരാണ്. 1-ാം ലോകമഹായുദ്ധത്തിന്റെയും 2-ാം ലോകമഹായുദ്ധത്തിന്റെയും മറവിൽ തുർക്കി ഖിലാഫത്തിനെ തകർക്കാൻ ആളും അർത്ഥവും പിന്തുണയും നൽകി ഉമ്മത്തിന് ഒറ്റുകൊടുത്ത് ബ്രിട്ടീഷുകാർക്ക് ദാസ്യവേല ചെയ്തവരാണ് വഹാബികൾ. പഠിക്കണം നമ്മൾ ആ ചരിത്രം. ബ്രിട്ടീഷുകാർക്ക് ദാസ്യവേല ചെയ്തുകൊണ്ടാണ് വഹാബിസം ഇവിടെ പ്രൊമോട്ട് ചെയ്യപ്പെട്ടത്. ബ്രിട്ടീഷുകാരന്റെ താല്പര്യത്തിന്, പാശ്ചാത്യന്റെ താല്പര്യത്തിന് ആണ് ഞങ്ങൾ ഇവിടെ വഹാബിസം പ്രചരിപ്പിച്ചത് എന്ന് സൗദിയുടെ കിരീടാവകാശി പിന്നീട് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ബ്രിട്ടീഷുകാരാണ് അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തത്. ബ്രിട്ടീഷുകാർക്ക് വേണ്ടതോ തുർക്കി ഖിലാഫത്തിനെ തകർക്കണം, ലോകത്തെ മുസ്ലിമീങ്ങളുടെ ഖിലാഫത്തിനെ തകർക്കണം. ഇന്ന് മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? ഈ ഉമ്മത്തിന് ഒരു ആഗോളതലത്തിൽ ഒരു നേതൃത്വമില്ല. നമ്മളൊക്കെ ദിനേന പത്രമാധ്യമങ്ങളിലൂടെ വായിക്കുകയാണ്. ഒരു നേരത്തെ വിശപ്പടക്കാൻ പോലും കഴിയാതെ പാവപ്പെട്ട പലസ്തീന്റെ മക്കൾ പിടഞ്ഞു മരിക്കുകയാണ്. ഒരു സമൂഹത്തെ വംശഹത്യ നടത്തി വംശീയമായി ഉന്മൂലനം ചെയ്യാൻ അത്യാധുനിക സൗകര്യങ്ങളുള്ള ആയുധങ്ങൾ ഉപയോഗപ്പെടുത്തി നിരായുധരായ ഒരു സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കുക. ഇന്നും വെള്ളമില്ലാതെ, ഭക്ഷണമില്ലാതെ, കറണ്ടില്ലാതെ, അവർക്ക് കുടിക്കാനും ഭക്ഷണം കഴിക്കാനുമില്ലാതെ, ഹോസ്പിറ്റലുകളില്ലാതെ, മരുന്നില്ലാതെ, ഡോക്ടർമാരില്ലാതെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ പലസ്തീന്റെ തെരുവിൽ, ഗസയുടെ തെരുവിൽ അലയുകയാണ്. അതിനോട് അരുതെന്ന് പറയാൻ ലോകത്ത് നട്ടലുള്ള മുസ്ലിമിന്റെ ഒരു നേതൃത്വമില്ല. ലോകരാജ്യങ്ങൾ എന്ന് പറയുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലോ. ഈ കടുത്ത അനീതി കാതടപ്പിക്കുന്ന, കണ്ണടപ്പിക്കുന്ന, ലോകത്തെ മുഴുവൻ യുദ്ധ നിയമങ്ങളെയും കാറ്റിൽ പറത്തി ഒരു സമൂഹത്തെ ക്രൂരമായി ആക്രമിച്ചപ്പോ അരുതെന്ന് പറയാൻ ഇസ്ലാമിക രാജ്യങ്ങളെ നോമന പേരിട്ട് വിളിക്കുന്ന ഒരു രാഷ്ട്രത്തിന്റെ തമ്പുരാനും സാധ്യമായില്ല. പക്ഷെ കഴിഞ്ഞ കാലത്ത് മുസ്ലിമിന് അങ്ങനെ ഒരു നേതൃത്വം ഉണ്ടായിരുന്നു. അതായിരുന്നു തുർക്കി ഖിലാഫത്ത്, അതായിരുന്നു ഉസ്മാനിയ ഖിലാഫത്ത്, അതാണ് ഓട്ടോമൻ തുർക്കികൾ. ഇവിടെ വൈദേശിക ശക്തികൾ ഈ കേരളക്കരയിലേക്ക് അക്രമോത്സുകരായി കടന്നു വന്നപ്പോ മഹാനായ മഖ്ദൂം തുർക്കി ഖലീഫക്ക് കത്തെഴുതിയിട്ടുണ്ട്. മഖ്ദൂമിന്റെ കത്തിന്റെ വെളിയാളമായി മിസ്റിൽ നിന്ന് തുർക്കി ഖലീഫ കേരളത്തിലേക്ക്, നമ്മുടെ ഈ മലയാള മണ്ണിലേക്ക് തുർക്കി ഖിലാഫത്തിന്റെ പട്ടാളത്തെ പറഞ്ഞയച്ചിട്ടുണ്ട്. അവർക്ക് നിസ്കരിക്കാൻ അന്നുണ്ടാക്കിയ പള്ളിയാണ് ഇന്നും പൊന്നാനിയിൽ മിസ്രി പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളി. ആലോചിക്കണം, അങ്ങനെ
ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും പ്രതിസന്ധി അനുഭവിക്കുമ്പോ ഈ ഉമ്മത്തിന് കടിഞ്ഞാണായി ഈ ഉമ്മത്തിനൊരു നേതൃത്വം ഉണ്ടായിരുന്നു. ആ നേതൃത്വത്തെ തകർക്കുക എന്നത് ബ്രിട്ടീഷുകാരന്റെ താല്പര്യമായിരുന്നു. അതിന് ബ്രിട്ടീഷുകാർ അറേബ്യൻ രാജ്യങ്ങളിലേക്ക് ചാരന്മാരെ പറഞ്ഞയച്ചു. ടി.ഇ. ലോറൻസിനെ ഒരുപാട് ചരിത്രങ്ങൾ അത് വിശദീകരിക്കുന്നുണ്ട്. ടി.ഇ. ലോറൻസിനെ പോലെയുള്ള ചാരന്മാരെ പറഞ്ഞയച്ചു. ഹംഫറിന്റെ ഡയറി കുറിപ്പുകൾ, ദ ഡയറീസ് ഓഫ് ഹംഫർ, എ സ്പൈ ടു മിഡിൽ ഈസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഹംഫറിന്റെ ഡയറി കുറിപ്പുകൾ പിന്നീട് വെളിച്ചം കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നിരവധി ചാരന്മാരെ ഇസ്ലാമിക രാജ്യത്തേക്ക് പറഞ്ഞയച്ച് തുർക്കി ഖിലാഫത്തിനെതിരെ പടപൊരുതാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അവിടെ ബ്രിട്ടീഷുകാർ ചെയ്തു കൊടുത്തു. അങ്ങനെ ഈ പാരമ്പര്യത്തെ നശിപ്പിക്കുക ഇത് യാദൃശ്ചികമല്ല. നമ്മുടെ കേരളക്കരയിൽ പോലും മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് അലവിയിൽ മംബുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആ മഹാന്റെ ഖബർ തകർക്കണമെന്ന് അന്നത്തെ ബ്രിട്ടീഷുകാർ, ഇവിടെയുള്ള ബ്രിട്ടീഷുകാർ അവരുടെ ഗവൺമെന്റിന് കത്തെഴുതിയിട്ടുണ്ട്. കേരള മുസ്ലിം ഡയറക്ടറിയിൽ അത് വിശദീകരിക്കുന്നുണ്ട്. എന്തിന്? മുസ്ലിമീങ്ങളുടെ ആത്മീയമായ ഊർജം ബ്രിട്ടീഷുകാർക്കെതിരെ പടപ്പുറപ്പാട് നടത്തുമ്പോ മുസ്ലിമീങ്ങൾ തറമ്മൽ ജാറത്തിൽ പോയി സിയാറത്ത് ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് അവരെ തകർക്കണം. അതുകൊണ്ട് മമ്പുറം തങ്ങളുടെ ഖബർ തകർത്ത് അവരുടെ ഭൗതികമായ അവശിഷ്ടങ്ങൾ അറേബ്യൻ രാജ്യങ്ങളിലേക്ക് നാടുകടത്തണമെന്ന് ഇവിടെയുള്ള ബ്രിട്ടീഷുകാർ ഇതിന്റെ മറ്റൊരു പകർപ്പാണ് മഹാനായ സെയ്ദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനായ സെയ്ദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഷരീഫ് ഇബ്നു അബ്ദുൽ വഹാബ് നേരിട്ടാ തകർത്തത്. എന്തേ? അവിടേക്ക് ഈ മഹാന്മാരുമായുള്ള ആത്മീയമായ ബന്ധം അത് ഈ ഉമ്മത്തിന്റെ ഊർജ്ജമാണ്. അതിൽ നിന്ന് ഉമ്മത്തിനെ പുറകോട്ട് വലിക്കുകയും അങ്ങനെ ചെയ്യുന്നവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന ഇബ്നു അബ്ദുൽ വഹാബിന്റെ തൗഹീദ് പ്രചരിപ്പിക്കാൻ ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുത്തത് ബ്രിട്ടീഷുകാരാണ്. നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. അങ്ങനെയുള്ള സാഹചര്യം മാത്രമല്ല, ബ്രിട്ടീഷുകാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത് ചെയ്തു. അതിന്റെ മറ്റൊരു പതിപ്പ് ഈജിപ്തിൽ നടപ്പിലാക്കിയത് 1717 സിയോണിസ്റ്റ് ഭരണകൂടം സ്ഥാപിക്കാൻ വേണ്ടി ഗ്രാൻഡ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ മാസോണിസം എന്ന ഒരു സംഘടനയുണ്ടാക്കി. ആ മാസോണിസത്തിന്റെ ചാരന്മാരായിരുന്നു മുഹമ്മദ് അബ്ദുവും റഷീദ് റിളയും ജമാലുദ്ദീൻ അഫ്ഗാനിയും. ഈ ഈജിപ്ഷ്യൻ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന ഈ ത്രയങ്ങൾ പാശ്ചാത്യന് വേണ്ടി പരിശുദ്ധ ഇസ്ലാമിനെ ദുർവ്യാഖ്യാനം ചെയ്ത്, വിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്ത്, ഇസ്ലാമിന്റെ പാരമ്പര്യത്തെ തകർത്തുകൊണ്ട് പുതിയ ഒരു യൂറോപ്യൻ മോഡേണിസത്തെ അവിടെ പ്രബോധനം ചെയ്തു. അങ്ങനെ ആ യൂറോപ്യൻ മോഡേണിസത്തെ അവിടെ പ്രബോധനം ചെയ്തു. അവർക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തതോ ബ്രിട്ടീഷുകാരാണ്. അങ്ങനെ മുസ്ലിമീങ്ങൾക്കിടയിൽ ശൈഥില്യമുണ്ടാക്കിയതിന് ജൂതന്മാർക്ക് ബ്രിട്ടീഷുകാർ കൊടുത്ത സമ്മാനത്തിന്റെ പേരാണ് പലസ്തീന്റെ മാറുപുലർത്തി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. മനസ്സിലാക്കണം നമ്മൾ. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് വഹാബികളാണ്. ഇന്നും ലോകത്തെ മനസാക്ഷിയുള്ള മനുഷ്യന്റെ കണ്ണുനീരായി പലസ്തീൻ മാറിയിട്ടുണ്ടെങ്കിൽ ഈ ഉമ്മത്തിന്റെ നൂറ്റാണ്ടുകളോളം നിലനിൽക്കുന്ന ഖിലാഫത്തിന് ഒറ്റുകൊടുത്ത് ഉമ്മത്തിന് ശിഥിലീകരണം ഉണ്ടാക്കിയ ഈ വഹാബിസം ഇവരാണ് തുർക്കി, ഇവരാണ് ഈജിപ്തിൽ നിന്ന് കടലു കടന്ന് കേരളത്തിലേക്ക് വന്നത്. ഇവരെയാണോ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പരിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ്. എല്ലാ കാലഘട്ടത്തിലും ഈ സമൂഹത്തെ തകർക്കാൻ ബ്രിട്ടീഷുകാരെ പോലെയുള്ള ഭൗതിക ശക്തികൾ ഇതിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്തിന്റെ പേരിലാണ്? ഈ ഉമ്മത്തിന്റെ ആത്മീയത നശിപ്പിക്കുക എന്നതിന്റെ പേരിലാണ്. അത് ശത്രുക്കളുടെ എല്ലാ കാലത്തുള്ള അജണ്ടയുമാണ്. നിങ്ങൾ ചരിത്രം പഠിക്കുക. 1821 1850കളിലാണ് അലി മുഹമ്മദ് റിള എന്ന് പറയുന്ന ആൾ ഇറാനിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇറാനിൽ പ്രത്യക്ഷപ്പെട്ട അദ്ദേഹം വാദിച്ചതെന്താണ്? ഞാൻ ദൈവത്തിന്റെ അവതാരമാണെന്നാണ്. ഞാൻ ചുരുക്കി മാത്രം പറയുകയാണ്. അങ്ങനെ അദ്ദേഹം ബാബിസം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം രൂപീകരിച്ചു. 860 മറ്റൊരാൾ പ്രത്യക്ഷപ്പെട്ടു. ഇയാളെ കാലശേഷം ബാബ് പ്രവചിച്ച അഥവാ മുമ്പ് കഴിഞ്ഞുപോയ അലി മുഹമ്മദ് റിള പ്രവചിച്ച പ്രവാചകനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു അവതാരം പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ അയാൾ ബാബിസത്തിന്റെ പിൻഗാമിയായി ആ ബാബിസത്തെ ബഹായിസം എന്ന പേരിൽ അദ്ദേഹം മറ്റൊരു സംഘമായി രൂപീകരിച്ചു. അവര് രണ്ടുപേരുടെയും പിന്നിൽ പ്രവർത്തിച്ചത് ബ്രിട്ടീഷുകാരായിരുന്നു. ആലോചിക്കണം. ഈ ഉമ്മത്തിന്റെ ഐക്യം തകർക്കുക, ഉമ്മത്തിന്റെ ഈമാനിനെ നശിപ്പിക്കുക ബ്രിട്ടീഷുകാരാണ്. ഖാദിയാനിസത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചതോ ബ്രിട്ടീഷുകാരാണ്. മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി വളരെ കൃത്യമായി എഴുതി വെച്ചു, എന്റെ ആയുസ് മുഴുവൻ ഞാൻ ചെലവഴിച്ചത് ഇംഗ്ലീഷ് ഭരണകൂടത്തെ സംരക്ഷിക്കാനാണ്. അവർക്കെതിരെ യുദ്ധം ചെയ്യുന്നത് തടയാനും അവരെ വഴിപ്പെടാനും ആജ്ഞാപിക്കുന്ന ഒട്ടേറെ ഗ്രന്ഥങ്ങളും ലഘുലേഖകളും ഞാൻ രചിച്ചിട്ടുണ്ട്. ഇന്നും ഖാദിയാനിസത്തിന് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നത് ബ്രിട്ടനും ഇസ്രായേലുമാണ്.
അങ്ങനെ ഇസ്ലാമിനകത്ത് പൊട്ടിമുളച്ച ഓരോന്നും തുർക്കിയിൽ 5 നൂറ്റാണ്ടുകാലം നിലനിന്നിരുന്ന മുസ്തഫ കമാൽ 5 നൂറ്റാണ്ടുകാലം നിലനിന്നിരുന്ന ഖിലാഫത്തിനെ തകർത്തതിന് ശേഷം, ഉസ്മാനിയ ഖിലാഫത്തിനെ തകർത്തതിന് ശേഷം പാശ്ചാത്യന്റെ പിൻബലത്തോടുകൂടെ മുസ്തഫ കമാൽ പാഷ അവിടെ ഭരണത്തിൽ വന്നു. എന്തേ അദ്ദേഹം ചെയ്തത്? ദീനിന്റെ എല്ലാ ശിആറുകളെയും നശിപ്പിച്ചു. അവിടെ നിന്നാണ് ഖുതുബ മാതൃഭാഷയിലേക്ക് കൊണ്ടുവന്നത്. തുർക്കിയുടെ ഭാഷയിലേക്ക് ഖുതുബയെ പരിവർത്തിക്കപ്പെട്ടു. നിസ്കാരത്തിന്റെ ഭാഷ മാറ്റി, ബാങ്ക് പോലും അവരുടെ മാതൃഭാഷയിലേക്ക് മാറ്റി. അങ്ങനെ ഇസ്ലാമിന്റെ എല്ലാ ശിആറുകളെയും നശിപ്പിച്ചു. വേഷവിധാനങ്ങളിൽ മാറ്റമുണ്ടാക്കി. അതുമാത്രമല്ല, ആ കാലഘട്ടത്തിൽ നൂറ്റാണ്ടുകളോളം അവിടെ നിന്നിരുന്ന നമ്മുടെ അറബി മലയാളം ഭാഷ പോലെ അന്നവിടെ തുർക്ക് അറബ് ഭാഷയുണ്ടായിരുന്നു. അന്ന് നിങ്ങൾ നോക്ക്, അതൊക്കെ നൽകിയ സംഭാവനകൾ ചെറുതല്ല. നൂറ്റാണ്ടുകളോളം നിലനിന്നിരുന്ന ആ ഭാഷയിലൂടെ അവിടെ അവർ നൽകിയ സംഭാവനകൾ, സാഹിത്യമായ സംഭാവനകൾ, ആ ദീനിനു വേണ്ടി അവർ നൽകിയ എല്ലാം നശിപ്പിച്ചു. ഇവിടെ മുഹയ്യദ്ദീമാല ഈ ഉമ്മത്തിനുണ്ടാക്കി കൊടുത്ത ഈമാനികമായ ആവേശം ചെറുതല്ല. മോയിൻകുട്ടി വൈദ്യരുടെ ബദർ കിസ്സ പാട്ടുകൾ, ബദർമാലയും ബദർ ബൈത്തുകളും നമ്മുടെ ഉമ്മത്തിന്റെ ഈമാനിന്റെ കവചങ്ങളായിരുന്നു. അത് മഹാന്മാരുമായി ആത്മീയമായ ബന്ധമുണ്ടാക്കാൻ കഴിയുന്നതാണ്. 400 വർഷങ്ങൾക്ക് മുമ്പ് മലയാള ഭാഷ ലിപി വരുന്നതിന്റെ മുമ്പ് അറബി മലയാളത്തിലൂടെ അല്ലാഹ് തിരുപ്പേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ എന്ന് തുടങ്ങി മഹാനായ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ചരിത്രം, ആ മഹാന്മാരുടെ ചരിത്രം പഠിക്കലിലൂടെ ഉമ്മത്തിന്റെ ഈമാൻ വർദ്ധിക്കുന്നുണ്ട് അല്ലെ? ഇവിടെ ഇന്ന് നമുക്ക് വന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? നമ്മുടെ ഒരുപക്ഷെ വല്യുമ്മമാരായ ആളുകൾ ഇന്ന് വിജ്ഞാനം വിരൽ തുമ്പിൽ കാത്തു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും നമുക്കറിയാത്ത ചരിത്രങ്ങൾ, മഹാനായ സയ്യിദുനാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അവർക്കറിയാം. മഹാന്മാരായ ബദറിന്റെയും മുഹദിന്റെയും ഖന്ദഖിന്റെയും ഖൈബറിന്റെയും ചരിത്രങ്ങൾ വളർന്നു വരുന്ന പുതിയ തലമുറകളെക്കാൾ, അഥവാ ഞാനവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല, സൗകര്യങ്ങളുടെ പറുദീസയിൽ ജീവിക്കുന്ന നമുക്കറിയുന്നതിനേക്കാൾ നമ്മുടെ രക്ഷിതാക്കൾക്ക് അറിയായിരുന്നു, നമ്മുടെ വെല്ലുമ്മമാർക്കും വെല്ലുപ്പമാർക്കും അറിയാമായിരുന്നു. അതിലൂടെയാണ് അവർക്ക് ഈമാനികമായ ആവേശമുണ്ടായത്. അവർക്ക് നമുക്കറിയാലോ, ബദർ ബൈത്ത് ഇങ്ങനെ ചൊല്ലുമ്പോ തങ്ങളുടെ മുമ്പിലേക്ക് മഹാനായ ഖത്താദ റളിയല്ലാഹു അൻഹു വന്ന് അവിടുത്തെ കണ്ണിലേക്ക് അമ്പ് തറച്ചു. ആ കണ്ണിങ്ങനെ കയ്യിൽ കവിളിലേക്ക് തൂങ്ങിയാടിയ ആ കണ്ണ് കവിളിൽ കോരിപ്പിടിച്ചുകൊണ്ട്, കയ്യിൽ ഇങ്ങനെ കോരിപ്പിടിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വന്നത്. മുത്തുനബി അത് ശരിയാക്കി തരണം. മുത്തുനബി സർജനാണോ? നബിതങ്ങൾ വഹാബി പഠിപ്പിച്ച തൗഹീദാണ് മുത്തുനബി പഠിപ്പിച്ചതെങ്കിൽ റസൂൽ എന്ത് പറയണം? വേഗം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോടാൻ പരിപാടി നടക്കൂല എന്ന് പറയണം. പക്ഷേ നുബുവത്തിന്റെ നാവിൽ അതിന് പരിഹാരമുണ്ടെന്ന് സ്വഹാബത്തിന് അറിയാം. നബിതങ്ങൾ ചോദിച്ചു, നാളെ സ്വർഗത്തിലെ കണ്ണു മതിയോ ഖത്താദ? അല്ല നബിയെ, ഞാൻ അടുത്ത് വിവാഹിതനായ ആളാണ്. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് എന്റെ പ്രിയതമയുടെ മുമ്പിലേക്ക് ഈ തൂങ്ങിയാടിയ കണ്ണുമായി, ഒറ്റ കണ്ണുമായിട്ട് പോവുക? മുത്തുനബിയുടെ ഉമിനീര് കൊണ്ട് അത് ശരിപ്പെടുത്തി കൊടുത്തു. അതാണ് പുതിയ തലമുറക്കറിയില്ല, നമ്മുടെ വല്യമാർക്കറിയാം. ആ വല്യമാരെ മുമ്പിലേക്ക് വഹാബിസത്തിന്റെ തൗഹീദുമായിട്ട് ചെന്നാല് അവർ സ്വീകരിക്കൂല. അവർക്ക് ഈ ചരിത്രങ്ങൾ അറിയാം. അവർക്ക് മഹാന്മാരായ ഉലമാഇന്റെ നമ്മുടെ പാരമ്പര്യത്തിലൂടെ കടന്നു വന്ന ഒരുപാട് മഹാന്മാരുടെ ചരിത്രങ്ങൾ അറിയാം. അവരുമായി എല്ലാ ദിവസവും ഫാത്തിഹ ഓതുന്ന ഒരാത്മീയമായ ബന്ധമുണ്ടായിരുന്നു അവർക്ക്. മഹാന്മാരുമായി അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ആലിമീങ്ങളുമായിട്ട് ദുആ ചെയ്യിപ്പിക്കുന്ന ഒരു ബന്ധമുണ്ടായിരുന്നു. ഇന്ന് നമ്മളിൽ അതൊക്കെ പോയി. ഒരു കാലത്ത് നമ്മളൊക്കെ സിയാറത്ത് ചെയ്തിരുന്നു. ഒരു വർഷത്തിലൊരിക്കലെങ്കിലും കുടുംബങ്ങളെ കൂട്ടി മമ്പുറത്ത് പോവുക, പൊന്നാനി പോവുക, വെളിയങ്കോട് പോവുക, പുത്തമ്പള്ളി പോവുക, മാലിക് ദീനാറിന്റെ അങ്ങോട്ട് അങ്ങനെ നമ്മുടെ കേരളത്തിലുള്ള മസാറുകളിലൂടെ ഒന്ന് സിയാറത്ത് ചെയ്ത് ആ മഹാന്മാരുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതി അവിടെ പോയി സിയാറത്ത് ചെയ്യുന്ന ഒരു പതിവ് നമ്മുടെ മുൻഗാമികളിൽ ഉണ്ടായിരുന്നു. ഈ അടുത്ത തലമുറയിൽ വരെ ഉണ്ടായിരുന്നു. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയുടെ ചരിത്രം പഠിച്ചു നോക്ക് നിങ്ങൾ. എല്ലാ സമയത്തും മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ വലിയ താല്പര്യം കാണിക്കുകയും ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെയും മഹാന്മാരുമായുള്ള ബന്ധത്തെയും പറയാതെ ശൈഖുന പ്രസംഗിക്കാറില്ല. ആ ബന്ധമാണ് അവരുടെ ഈമാനിന്റെ വളർച്ച. ആ ബന്ധമാണ് ഒരുപക്ഷെ നമ്മൾ അറിയാതെ പല കാരണങ്ങളെ കൊണ്ട് പുതിയ കാലത്തെ മോഡേണിസത്തിന്റെ അതിപ്രസരണം കാരണം, ലിബറലിസത്തിന്റെ അതിപ്രസരണം കാരണം നമ്മളിൽ നിന്ന് അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്നത്. അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു ആത്മാവ് നഷ്ടപ്പെട്ട, അകക്കാമ്പ് നഷ്ടപ്പെട്ട ഒരു ഭൗതികമായ ഒരാൾക്കൂട്ടം മാത്രം ആകണം എന്നാണ് അങ്ങനെയുള്ള ഭൗതികമായി ചിന്തിക്കുന്ന ഒരാൾക്കൂട്ടം മാത്രമാകണമെന്നാണ് ശത്രുക്കളുടെ താല്പര്യം.
ഇസ്ലാമിനെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ താല്പര്യം ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ പലരും അതിലകപ്പെട്ടുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതൊരു പഴഞ്ചനാശയമാണെന്ന് തോന്നും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പഴഞ്ചനാശയമാണെന്ന് പറയുന്നത് ഒരു പരിശുദ്ധ ഇസ്ലാമാണ് സമസ്ത ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത്. ആ ഇസ്ലാമിന്റെ യഥാർത്ഥ മാതൃകയെയാണ് സമസ്ത ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത്. അത് ഇലാ യൗമിൽ ഖിയാമ ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അതിനെ തകർക്കാൻ ആരു തന്നെ ശ്രമിച്ചാലും ശരി, അത് ഒരിക്കലും നടപ്പിലാവുകയില്ല. അതിന് ഏതൊക്കെ രൂപത്തിൽ പ്രതിരോധിക്കണോ ആ രൂപത്തിലൊക്കെ സമസ്ത പ്രതിരോധിക്കും. ചിലപ്പോൾ ചില ആളുകൾക്ക് തോന്നും സമസ്ത തകരുകയാണെങ്കിൽ തകർന്നോട്ടെ, നമുക്ക് ബാക്കിയുള്ള എല്ലാരെയും പാടെ കൂട്ടിയിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ നേടിയിട്ട് മുന്നോട്ട് പോകാമെന്ന്. ആത്മഹത്യാപരമായിരിക്കും അത്. കാരണം സമസ്ത ഇളക്കി മറിച്ച് വിത്തിട്ട് വളക്കൂറുള്ള മണ്ണാക്കി വെച്ച ഇവിടെയാണ് ഇതൊക്കെ വളർന്നു പന്തലിക്കുന്നത്. അതല്ല, സമസ്തയുടെ ഈ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ച് കേവലം ഭൗതികമായ ഒരു ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അത് സാധ്യമാവുകയില്ല. 60ാം വാർഷികത്തിൽ മഹാനായ ശൈഖുനൽ മർഹൂം ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ നിലപാടിന്റെ സൗഗന്ധികം, നിലപാടിന്റെ ഉജ്ജ്വലമായ ഒരു പ്രഖ്യാപനം നടത്തിയല്ലോ. ഇവിടെ ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും മത സാഹോദര്യവും ഇവിടെ നിലനിൽക്കണമെങ്കിൽ സമസ്ത പ്രതിനിധാനം ചെയ്യുന്ന പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഇവിടെ നിലനിൽക്കണമെന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പറഞ്ഞു. അന്ന് ഉദാഹരണവും പറഞ്ഞു കൊടുത്തു. കോഴിക്കോട്ടെ മാനാഞ്ചിറക്കുളം, അത് സാമൂതിരി മാനവ വിക്രമൻ, അതുപോലെ ടിപ്പു സുൽത്താൻ, അതുപോലെ ഷെയ്ഖ് ജിഫ്രി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവരൊക്കെ ചേർന്ന് നിന്ന ഒരു മാനവികതയുടെ, ഒരു ഐക്യത്തിന്റെ, ചേർത്തുപിടിക്കലിന്റെ ഉദാഹരണമാണ് കോഴിക്കോട്ടെ മാനാഞ്ചിറക്കുളം. ആ ഒരു സൗഹൃദം ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലനിൽക്കണം. നിങ്ങൾ ആലോചിക്കുക, പരിശുദ്ധ ഇസ്ലാമിനെതിരെ ഇന്നും പല ആളുകൾക്കും പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള അവസരം കൊടുത്തതാരാണ്? ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ദമ്മാജിലേക്ക് ആടുമേക്കാൻ കടന്നുപോയവരാരാണ്? ഐസിസിന്റെ കെണിവലയിൽ അകപ്പെട്ടുകൊണ്ട് സ്വയം ബോംബുകളായി പൊട്ടിത്തെറിക്കാൻ ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് പോയതാര? വഹാബികളാണ്. പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പ്രതിനിധാനം ചെയ്യുന്ന സൂഫി ഇസ്ലാമിന്റെ ധാരയിലൂടെ മുന്നോട്ട് പോകുന്ന മഹാന്മാരായ ഇമാമുമാരിലൂടെ, മഹാന്മാരായ മശായിഖുമാരിലൂടെ പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ വക്താക്കൾക്ക് ഒരിക്കലും സ്വയം പൊട്ടുന്ന ബോംബുകളായിട്ട് പരിണമിക്കാൻ കഴിയില്ല. അത് സുന്നത്തു ജമാഅത്തിന്റെ ഒരു ഉജ്ജ്വലമായ മാർഗമുണ്ട്. സ്നേഹത്തിന്റെ, ചേർത്തുപിടിക്കലിന്റെ, ഉൾക്കൊള്ളലിന്റെ, ഐക്യത്തിന്റെ മാർഗമുണ്ട്. അതിൽ നിന്നൊക്കെ വിഭിന്നമായി ഒരുപക്ഷെ അവരിന്ന് ഈ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നത് അവർക്ക് അതിനുള്ള സൗകര്യമേ ഉള്ളൂ. അവർക്ക് വിസിബിലിറ്റി ഇല്ല. സമസ്തക്കകത്തു കയറി അവർക്ക് ആവശ്യമായ വിസിബിലിറ്റി നേടിക്കഴിഞ്ഞാൽ അവരവരുടെ തനി സ്വഭാവം കാണിക്കും. അവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഈ ആദർശത്തിന്റെ പാരമ്പര്യത്തെ കൃത്യമായി നമ്മൾ ഉൾക്കൊള്ളുകയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രൂപീകരിക്കപ്പെടാനുണ്ടായ കാരണം ലോകത്ത് മുഴുവൻ ആഗോളതലത്തിൽ ഇസ്ലാമിക ഖിലാഫത്ത് തകർത്തപ്പെട്ടപ്പോ ലോകത്ത് മുസ്ലിമീങ്ങൾ ഛിന്ന ഭിന്നമായി പലരും പലതിന്റെയും പിന്നാലെ പോയി. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിലായത്തുള്ള മഹാന്മാർ, ബസാറത്തുള്ള മഹാന്മാർ, കറാമത്തുള്ള മഹാന്മാർ, മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളെ പോലെയുള്ള, മഹാനായ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള മഹാനായ പണ്ഡിതൻ, ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലെ, വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദിനെ പോലെയുള്ള മഹാന്മാർ, അവർ കൃത്യമായി മനസ്സിലാക്കി ഈ ഉമ്മത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഊർജം അത് ഉമ്മത്തിന്റെ ആത്മീയതയാണ്, അത് ഉമ്മത്തിന്റെ ഈമാനാണ്. അതിന് തകർച്ച വരാൻ പാടില്ല. ഈ കേരളത്തിൽ പോലും ബ്രിട്ടീഷുകാർ അതിനെ തകർക്കാൻ ശ്രമിച്ചതിന്റെ രൂപം എങ്ങനെയാണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർ മുസ്ലിമീങ്ങൾക്ക് ശരിയായ മതം പഠിപ്പിക്കുക എന്ന് തീരുമാനിച്ചു. നിങ്ങൾ ആലോചിക്കണം, ബ്രിട്ടീഷുകാർക്ക് നമ്മളെ മതം പഠിപ്പിക്കാൻ വല്ലാത്ത പൂതിയാണ്. അങ്ങനെ ശരിയായ ഏത് കേരളത്തിലായത് പഠിപ്പിക്കുന്നത്? സ്വഹാബത്തിനാൽ ദീനു പ്രബോധനം ചെയ്യപ്പെട്ട കേരളം, സ്വഹാബത്തിനാൽ ദീനു പ്രബോധനം ചെയ്യപ്പെട്ട് ഒരുപാട് മഹാന്മാരായ യുഗപ്രഭാവരായ പണ്ഡിതന്മാരിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന ഈ കേരളത്തിൽ, ഈ മലബാറിൽ മഹാനായ മഖ്ദൂമുമാരുടെ നേതൃത്വം കൊണ്ട് അനുഗ്രഹീതമായ മഹാന്മാരായ മമ്പുറം തങ്ങളും ജിഫിരി സാദാത്യങ്ങളുടെയും നേതൃത്വത്തിന്റെ ഗരിമ കൊണ്ട് അലങ്കൃതമായ ഈ കേരളത്തിൽ, മഹാന്മാരായ കോഴിക്കോട് ഖാദിമാരുടെ ഉജ്ജ്വലമായ പാണ്ഡിത്യ ഗരിമയിൽ വിളങ്ങി നിന്ന ഈ മലബാറിൽ യമനിന്റെ സൗഗന്ധികങ്ങൾ, മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അൽ ഈമാനു യമാനിയുൻ വൽ
ഹിക്മത്തു യമാനിയത്തുൻ എന്ന് പഠിപ്പിച്ച യമനി പാരമ്പര്യത്തിന്റെ പൈതൃകങ്ങൾ കടലുകടന്ന് കേരളത്തിലേക്ക് കടന്നു വന്ന് ദീന് പ്രബോധനം ചെയ്ത ഈ കേരളത്തിലാണ് ബ്രിട്ടീഷുകാർ ദീന് പ്രബോധനം ചെയ്യാൻ, ശരിയായ മതം പഠിപ്പിക്കാൻ അവരുടെ ഭരണകൂടം തീരുമാനിക്കുന്നത്. അതിനവർ ചുമതലപ്പെടുത്തിയതോ കടുത്ത വഹാബിയായ ഈജിപ്ഷ്യൻ മോഡേണിസത്തിന്റെ ബൈ പ്രോഡക്റ്റ് ആയ വിശുദ്ധമായ ഖുർആനുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെയും മനുഷ്യന്റെ കേവല യുക്തിക്കനുസരിച്ച് ദുർവ്യാഖ്യാനം നടത്തിയ CN അഹ്മദ് മൗലവിയെയാണ് ബ്രിട്ടീഷുകാരെ ഏൽപ്പിച്ചത്. CN അഹ്മദ് മൗലവി പ്രതിനിധാനം ചെയ്യുന്ന തൗഹീദ് എങ്ങനെയാ ബ്രിട്ടീഷുകാർക്ക് സ്വീകാര്യമാകുന്നത്? അത് യഥാർത്ഥ തൗഹീദ് അല്ല. അതുകൊണ്ടാണ് CN അഹ്മദ് മൗലവിയെ കൊണ്ട് ഈ കേരളത്തിൽ പോലും അവരുടെ വിദണ്ഡമായ ആശയങ്ങളെ പ്രബോധനം ചെയ്യാൻ ശ്രമിച്ചത്. എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ അപകടങ്ങൾ തിരിച്ചറിഞ്ഞു. CN അഹ്മദ് മൗലവി തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഞാൻ ക്ലാസ് എടുക്കാൻ പോയി. എന്റെ മുമ്പിൽ സമപ്രായക്കാരായ, എന്നേക്കാൾ വലിയവരും ചെറിയവരുമായ ഒരുപാട് ഉസ്താദുമാർ എന്റെ മുമ്പിലിരുന്നു. അവസാനം എനിക്ക് അവരുമായിട്ട് സംവാദത്തിൽ ഏർപ്പെടേണ്ടി വന്നു. കാരണം ഈ CN അഹ്മദ് മൗലവി പറയുന്ന തൗഹീദ് അവിടെ കേരളത്തിന് പരിചയമല്ല. അവരതിനെ ശക്തമായിട്ട് എതിർത്തു. അത് പരാജയപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയാണ് നമ്മുടെ പണ്ഡിതന്മാർ ഇതിനെ എതിർത്തത്. അതല്ല ബ്രിട്ടീഷുകാർ ഇവിടെ ഇങ്ങനെ നിറഞ്ഞിരിക്കല്ലേ. അപ്പൊ ഈ CN അഹ്മദ് മൗലവി അങ്ങനെ പറയണമെങ്കിൽ പറഞ്ഞോട്ടെ, നമ്മളിപ്പോ എന്ത് ചെയ്യണ്ട, മുണ്ടണ്ട, ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയിക്കോട്ടെ, ഇങ്ങോട്ട് നമുക്ക് ആഞ്ഞടിക്കാം. അങ്ങനെ ഒരു കാലം ലോകത്തില്ല കൂട്ടരെ. അല്ലെ, തിരയടങ്ങിയിട്ട് കപ്പലോടിക്കണ ഒരു സംഭവമില്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ ഈ 15 നൂറ്റാണ്ട് കാലത്തെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു പ്രതിസന്ധിയുമില്ലാത്ത ഒരു കാലം അള്ളാഹുവിന്റെ ദീനിന് ഉണ്ടായിട്ടില്ല. ഇത് സത്യദീനാണോ? ഇതിന് ശത്രുക്കൾ സ്വാഭാവികമാണ്. ആ ശത്രുക്കൾ ഇതിനെ തകർക്കാൻ പലവിധത്തിലുള്ള കുതന്ത്രങ്ങൾ മെനയുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് സമസ്തയുടെ അന്നത്തെ ആലിമീങ്ങൾ ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാരന്റെ അതിനിഷ്ഠൂരമായ ഭരണം നടക്കുന്ന കാലത്ത്, മലബാർ ലഹളയുടെ പ്രതിസന്ധിയുടെ കനലി വിളഞ്ഞു നിൽക്കുന്ന കാലത്താണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടത്. അതിനുവേണ്ട പ്രബോധന പ്രവർത്തനങ്ങൾ, ആശയപരമായ പ്രവർത്തനങ്ങൾ ഇവിടെ നിർവഹിച്ചത്. അതിനിടയിലാണ് സമസ്ത ഇത് നടത്തിയത്. അതിന്റെ പാരമ്പര്യം എന്താ? അങ്ങനെയാണ് പരിശുദ്ധ ദീനിനെ വളർത്തിയത്. അല്ലെ, മുസ്ലിമീങ്ങൾ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ സമയം എപ്പോഴാ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോടുകൂടെ പറഞ്ഞു പോയപ്പോ, അല്ലെ, മുസ്തഫായ തങ്ങൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞപ്പോഴാണ് മുസ്ലിം ഉമ്മത്ത് ഏറ്റവും വലിയ പ്രതിസന്ധിയിലായത്. ഇനി എന്തു ചെയ്യുമെന്ന് ആഗ്രഹിച്ചു നിന്നത്. ആ സമയത്ത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? അല്ലെ, നബി തങ്ങൾ പറഞ്ഞയച്ച സൈന്യം ഒരു ഭാഗത്തുണ്ട്. ലോകത്തുള്ള മുഴുവൻ സാമ്രാജ്യത്വ ശക്തികളും ഇസ്ലാമിന്റെ മക്കയിലേക്കും മദീനയിലേക്ക് കണ്ണു തുറച്ചു നോക്കുകയാണ്. എന്ത് സംഭവിക്കും? മുസ്തഫായ തങ്ങൾ ലോകത്തോട് കൂടെ പറഞ്ഞു, ഇനി എന്ത് സംഭവിക്കുമെന്ന്. ആ പ്രതിസന്ധിയുടെ, ഈ ഉമ്മത്ത് അനുഭവിച്ച പ്രതിസന്ധിയുടെ പരമകാഷ്ഠ അതാണ്. ആ സമയത്താണ് ഒരു വിഭാഗം ആളുകൾ ഇനി ഞങ്ങൾ സക്കാത്ത് തരൂല എന്ന് പറഞ്ഞത്. ഇനി മുതൽ ഞങ്ങൾ സക്കാത്ത് തരൂല എന്ന് പറഞ്ഞത്. അപ്പൊ ഇന്ന് ചില ആൾക്കാർ പറഞ്ഞത് പോലെ സക്കാത്തല്ലേ തരൂല എന്ന് പറഞ്ഞിട്ടുള്ളൂ, നിസ്കരിക്കണൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് യോജിക്കാവുന്ന ഇടങ്ങളിലൊക്കെ യോജിച്ചു പോവുക, യോജിക്കാവുന്ന ഇടങ്ങളിലേക്കൊക്കെ യോജിച്ചു പോവുക, ഓരെയും കൂടി ചേർത്ത് പിടിക്കുക എന്നായിരുന്നു പറയേണ്ടത്. പക്ഷേ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാത്ത്. നിസ്കാരത്തെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയെടുത്തൊക്കെ സക്കാത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് സക്കാത്തിനെയും നിസ്കാരത്തെയും വേർതിരിച്ച് നിസ്കരിച്ചോളാം, സക്കാത്ത് ഞങ്ങൾ തരൂല എന്ന് പറഞ്ഞ ആരു തന്നെയാണെങ്കിലും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അന്ന് അപ്പൊ സ്വഹാബാക്കൾക്കിടയിൽ ഒരു പേടി, ഈ സമയത്ത് ഇപ്പൊ ഇങ്ങനെ ആയ എന്താ ചെയ്യാ? എല്ലാവരും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ശട്ടം കെട്ടി അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. എന്തിന്? നിങ്ങൾ പോയിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞിട്ട് ഈ നിലപാടൊന്ന് മാറ്റാൻ പറയണം, കാരണം ഫാസിസാണ് തലക്ക് മുകളിൽ നിൽക്കുന്നത് എന്ന്. അപ്പോ ശാന്തനായ, സൗമ്യനായ, വളരെ ശാന്തശീലനായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ തങ്ങളത് വന്നു പറഞ്ഞേക്ക് ഫഅഖദ ബിതലാബി ഉമർ റളിയല്ലാഹു അൻഹു കോളറിനെ പിടിച്ച്, അജബ്ബാറുൻ ഫിൽ ജാഹിലിയത്തി വഖവ്വാറുൻ ഫിൽ ഇസ്ലാം. ഉമറേ, ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് വല്ലാത്ത ധീരനായിരുന്നു നീ, മക്ക നിന്റെ പേര് കേട്ടാ വിറച്ചിരുന്നു. ഇസ്ലാമിലേക്ക് വന്നപ്പോ ഭീരുവായ ഉമർ എന്ന് ചോദിച്ച് ഫഅഖദ ബിതലാബി ഉമർ, ഉമർ തങ്ങളെ കോളറിന് കയറി പിടിച്ചു മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ടാണ് ബഹുമാനപ്പെട്ടവർ സക്കാത്ത് നിഷേധികൾക്കെതിരെ നിലപാട് സ്വീകരിച്ചത്. പിന്നീട് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ഭരണകാലഘട്ടമായപ്പോ സിദ്ദീഖ് എന്നവരൊക്കെ ലോകത്തോട് വിട പറഞ്ഞ് ഉമർ എന്നവർ ഭരണചക്രം തിരിക്കുന്ന കാലത്ത്
ചില ആൾക്കാർ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി, കഅന്നഹും ഫളലു ഉമറ അലാ അബീ ബക്കറിൻ സിദ്ദീഖ്, കഅന്നഹും ഫളലു ഉമറ അലാ അബീ ബക്കറിൻ സിദ്ദീഖ്. സംഗതി എന്തൊക്കെയാണെങ്കിലും അബൂബക്കർ സിദ്ദീഖ് തങ്ങളെക്കാൾ എന്തുകൊണ്ട് ഉഷാർ ആരെന്നെയാണ്? ഉമർ എന്നവർ തന്നെയാണ്. കാരണം അവർ വിലയിരുത്തിയത് ഭൗതികമായ കണ്ണുകൊണ്ടാണ് അവർ നോക്കിയത്. ഇത് ഉമറുൽ ഫാറൂഖ് തങ്ങൾ കേട്ടു. കാരണം എന്താ? ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കാലഘട്ടത്തിലാണ് ഇസ്ലാം ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പടർന്നു പന്തലിച്ചത്. ലക്ഷക്കണക്കിന് ആളുകൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണക്കാരനായത് മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളല്ലേ. അപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ആകെ 2 വർഷത്തോളാണല്ലോ ഭരണം നടത്തിയത്. അപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇത്ര ഭരണം നടത്തി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിനെ എത്തിച്ചല്ലോ. അപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെക്കാൾ എന്തുകൊണ്ടും ഉഷാർ ഉമർ തങ്ങൾ തന്നെയാണ്. ഈ സംഭവം ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ചെവിയിലെത്തിയപ്പോ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, അല്ലാഹി വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലൈലത്തും മിൻ ലയാലി അബീ ബക്കർ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ജീവിതത്തിൽ ഒരു രാത്രിയുണ്ട്, ഒരു പകലുണ്ട്. എന്റെ ആയുസ് മുഴുവൻ ചേർത്ത് വെച്ചാലും, ഞാൻ ഈ ഭരണം നടത്തിയ 10 വർഷമല്ല, എന്റെ ആയുസ് മുഴുവൻ ചേർത്ത് വെച്ചാലും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ജീവിതത്തിലെ ഒരു രാത്രിയോടും ഒരു പകലിനോടും കിടപിടിക്കൂല. ഏതാണ് ആ രാത്രി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടായപ്പോ സിദ്ദീഖ് തങ്ങളെ മുമ്പിൽ വന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, സിദ്ദീഖ് എന്നവരെ, എനിക്ക് മക്ക വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോകാൻ അള്ളാന്റെ കൽപ്പന ഉണ്ട്. കോടീശ്വരനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ജസീറത്തുൽ അറബിനെ പണം കൊടുത്തു വാങ്ങാൻ കെൽപ്പുള്ള സിദ്ദീഖ് എന്നവർ മുത്തുനബിയോട് എന്താ പറഞ്ഞത്? ഇന്റെ ബിസിനസ് പരമായ കുറച്ച് ആവശ്യമുണ്ട്, കഴിഞ്ഞിട്ട് ഞാനും പോന്നോളാന്നല്ല, എന്നെയും കൊണ്ടുപോകുമോ നബിയെ എന്ന് ചോദിച്ചു. നബി തങ്ങൾ സമ്മതിച്ചപ്പോ സിദ്ദീഖ് തങ്ങൾ കരഞ്ഞു. ആയിഷത്തു സിദ്ദീഖ് തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ ഒരാൾ സന്തോഷം വന്നിട്ട് കരയുന്നത് ഞാൻ ആദ്യം കണ്ടത് മുത്തുനബിയുടെ കൂടെ പോകാൻ എന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് സമ്മതം കൊടുത്തപ്പോഴാണ്. അങ്ങനെയാണ് നിബിതങ്ങളെ കൂടെ പോയി, നിബിതങ്ങൾക്ക് സുരക്ഷയൊരുക്കി കൂടെ പോയിട്ട് ആ ഗുഹക്കകത്ത് ഒളിച്ചിരുന്നത് ഖുർആനോതുമ്പോ അവിടത്തെ ആ സിദ്ദീഖ് എന്നവർ കരയാറുണ്ട്. കാരണം എന്നെ പറ്റിയാണല്ലോ പറഞ്ഞത്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നബിതങ്ങളുടെ മടിയിൽ നബിതങ്ങൾക്ക് കിടക്കാൻ മടി ചായ്ച്ചു കൊടുത്ത ആ ഒരു രാത്രിയുണ്ട്. എന്റെ ആയുസ് മുഴുവൻ ചേർത്ത് വെച്ചാലും ആ രാത്രിയോട് കിടപിടിക്കൂല. അതാണ് മഹാന്മാരുമായുള്ള ബന്ധം. വഹാബികൾ പറയാം, ഇപ്പൊ എന്താ അങ്ങനെ ഇപ്പൊ റസൂലുള്ളാഹിയുടെ മടിയിൽ തല വെച്ചു നോക്കിയിട്ട് ഇപ്പൊ എന്താ അവിടെ സംഭവിക്കുക? അതാണ് വഹാബിന്റെ തൗഹീദ്. സ്വഹാബത്തിന്റെ തൗഹീദ് അങ്ങനെയല്ല അല്ലെ? ഇമാം ബുഖാരി തങ്ങൾ പറയുന്ന ഹദീസിലുണ്ടല്ലോ, ഇമാം ബുഖാരി തങ്ങൾ പറയുന്നുണ്ടല്ലോ, മഹാനായ ഉർവ റളിയല്ലാഹു അൻഹു ഹുദൈബിയ സന്ധി കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് തന്റെ സമൂഹത്തോട് പറയുന്നുണ്ട്, ഐ ഖൗം വഫത്തു അലൽ മുലൂക് വഫത്തു അലാ ഖൈസറ വഖിസ്റ വന്നജാശി. ഞാൻ ഒരുപാട് രാജാക്കന്മാരെ, ഒരുപാട് സാമ്രാജ്യത്വ ശക്തികളുടെ മുമ്പിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. വല്ലാഹി മാ റഅയ്തു മലികൻ ഖത്തു യുഅല്ലിമു അസ്ഹാബുഹു മാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദാ. മുഹമ്മദ് നബിയെ അവിടുത്തെ സ്വഹാബത്ത് ബഹുമാനിക്കുന്നത് പോലെ ഒരു സാമ്രാജ്യത്വ ശക്തിയുടെ അധിപന്മാരെയും അണികൾ ബഹുമാനിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് പറയാണ്, നബിതങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർ നബിതങ്ങളുടെ വാക്കുകൾ ഇങ്ങനെ കോറിയെടുക്കാൻ നമ്രശിരസ്കരായി വിനയാന്വിതരായിട്ട് അവരിയ്ക്കും. നബിതങ്ങളുടെ സദസ്സിൽ അവരിയ്ക്കുമ്പോ അവരുടെ തോളിൽ ഒരു പക്ഷി ഇരിക്കുന്നത് പോലത്തെ ശ്രദ്ധയായിരുന്നു. ഇളകാതെ നബിതങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് അവർ ഇരിക്കുമായിരുന്നു. പിന്നെ പറഞ്ഞെന്താണ്? നബിതങ്ങൾ ഒന്ന് വുളൂ ചെയ്താൽ നബിതങ്ങൾ വുളൂ ചെയ്ത ആ വെള്ളത്തിന് വേണ്ടി സ്വഹാബത്ത് തിക്കും തിരക്കും കൂട്ടുമായിരുന്നു. വഹാബിയുടെ ഭാഷ എന്തായിരിക്കും? ഓതുണ്ടാക്കിയ വെള്ളം അങ്ങനെ പോകുന്നല്ല, ഞാൻ അതിന് തിരക്കൂടുന്ന എന്തിനാ? അതുമാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൻ തനഖമ നുഖാമതൻ ഇല്ലാ വഖഅത് ഫീ കഫി റജുലിൻ വാഹിദ് മിൻഹും. നബിതങ്ങളൊന്ന് തുപ്പിയാൽ അത് സ്വഹാബത്തിൻ കൈ നീട്ടി സ്വീകരിക്കും. ഫദലക ബിഹാ വജ്ഹഹു, എന്നിട്ട് ആ ഉമിനീര് അത്തർ പുരട്ടും പോലെ ഒരു മുഖത്തും ശരീരത്തിലും പുരട്ടും. ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ്. ഒരു വഹാബിന്റെ പ്രസംഗത്തിൽ ഇത് കേൾക്കാൻ കഴിയോ? ഇല്ല. കാരണം അവർ മുത്തുനബിയെ മനസ്സിലാക്കിയത് ഭൗതികമായ കണ്ണോടുകൂടെയാണ്. നുബുവത്തിന്റെയും റിസാലത്തിന്റെയും മഹത്വം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല.
ഞാൻ പറഞ്ഞു വന്നതിലേക്ക് തിരിച്ചു വരികയാണ്. ആ ബന്ധമാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത്. അതിനെ ചൂണ്ടിയാണ് സിദ്ദീഖ് എന്നവരുടെ ആ ഒരൊറ്റ രാത്രി ഞാൻ എന്റെ ജീവിതത്തിൽ എന്തു സേവനം ചെയ്തതും എന്റെ ആയുസ് മുഴുവൻ ചേർത്ത് വെച്ചാലും അവിടേക്ക് എത്തൂല. ഇന്നത്തെ പകലേതാ? ആ പകലാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സകാത്ത് നിഷേധികൾക്കെതിരെ നിലപാട് സ്വീകരിച്ച ആ പകൽ. അന്ന് സിദ്ദീഖ് എന്നവർ കണിശമായ നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് പോറലേൽക്കാതെ പരിശുദ്ധ ഇസ്ലാം ഇവിടെ നിലനിന്നത്. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാരമ്പര്യം. ആ പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നതുകൊണ്ടാണ് സമസ്തക്ക് ഇനി ഒരു നൂറ്റാണ്ടിലേക്ക് അടുക്കുമ്പോൾ ഈ രൂപത്തിലുള്ള ഉജ്ജ്വലമായ പ്രവർത്തനങ്ങൾ നടത്താൻ ഇവിടെ സാധ്യമായത്. ആ പാരമ്പര്യത്തിന്റെ തനിമ കെടാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് 10,000-കണക്കിന് വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത്. ആതുര സേവന രംഗത്ത് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തിയത്. വിഖായയുടെ ഇതുപോലെയുള്ള നീലപ്പട്ടാളങ്ങൾ അണിയിച്ചൊരുക്കി ഈ കേരളത്തിന്റെ ഓണംകേറാ മൂലകളിൽ പോയി സേവന സജ്ജരാക്കിയത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ നിലപാട് തറയിൽ നിന്നുകൊണ്ടാണ് സമസ്ത നിർവഹിച്ചത്. ഇവിടെ ഞങ്ങളാണ് നവോത്ഥാനത്തിന്റെ കുത്തകകൾ എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന, ഞങ്ങളാണ് ഇവിടെ നവോത്ഥാനം കൊണ്ടുവന്നവരെന്ന് പറയുന്നവർ 950-കളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മദ്രസകൾ തുടങ്ങുന്നത് വരെ അവർ ഇവിടെ നിർവഹിച്ച വിദ്യാഭ്യാസപരമായ മുന്നേറ്റം ചരിത്രത്തിന്റെ രേഖയിലൂടെ അവരൊന്ന് തെളിയിക്കട്ടെ. വേണ്ട, ഇപ്പോഴും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസപരമാകട്ടെ മറ്റേത് പ്രവർത്തനമാകട്ടെ അതിന്റെ 100-ൽ-1 കാണിക്കാൻ ചരിത്രത്തിന്റെ രേഖയോടുകൂടെ കാണിക്കാൻ അവർക്ക് സാധ്യമാണോ? ഇല്ല. സമസ്തയ്ക്ക് അതിന് സാധ്യമായിട്ടുള്ളൂ. 1000-കണക്കിന് വരുന്ന പള്ളി ദർസുകളും അറബിക് കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംഘടനാ സംവിധാനങ്ങളും എല്ലാ മേഖലകളിലേക്കും പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഈ രാജ്യത്തിന്റെ, ഈ സമൂഹത്തിന്റെ നാനോന്മുഖമായ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇഴുകിച്ചേർന്ന് നിൽക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്തയാണ്. അതിന്റെ ആലിമീങ്ങളാണ്. അതിനെ തകർക്കണമെന്ന് ശത്രുക്കൾക്ക് താല്പര്യമുണ്ടാകും. സമസ്തയുടെ ഭദ്രതയെ തകർക്കണം. അതിന് സമസ്തക്കകത്തേക്ക് നുഴഞ്ഞു കയറണം. അതിന് ചില ആളുകളെ സ്വാധീനിച്ചുകൊണ്ട് സമസ്ത എന്താപ്പോ നമ്മളീ കൂട്ടിപ്പിടിച്ച കുഴപ്പം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് ഈ ഉമ്മത്തിനെ വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ്. ഒരിക്കലും നമ്മൾ അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. ആദർശം ഏതു പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലും അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനെ അയിമ്മത്ത് കൈയൊഴിഞ്ഞിട്ടില്ല. നമ്മുടെ മുൻഗാമികൾ കഴിഞ്ഞൊഴിഞ്ഞിട്ടില്ല. അവരൊക്കെ ചെറിയ പ്രശ്നം വരുമ്പോഴേക്ക് ഈ ആദർശത്തെ വഴിയിൽ ഉപേക്ഷിച്ചു പോയിരുന്നെങ്കിൽ തനിമ നഷ്ടപ്പെടാതെ ഈ ദീന് നമ്മുടെ കയ്യിലെത്തുമായിരുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ ഏതു സംവിധാനങ്ങൾക്കകത്തു കടന്നു വന്ന് ഇത്തരം വിധ്വംസക പ്രവർത്തകർക്ക് ആരു തന്നെ ശ്രമിച്ചാലും ശരി മുഖത്തു നോക്കി അരുതെന്ന് പറയാനുള്ള തന്റെ ഇടമാണ് ഈ നീലപ്പട്ടാളം കാണിക്കേണ്ടത്. അത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ദുരന്ത സമാനമായ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ മാത്രമല്ല, ഈ സംഘടനയുടെ വളർച്ചക്കാവശ്യമായ ഏതു ഘട്ടത്തിലും മുഖം നോക്കാതെ ബുദ്ധിപരമായി പക്വതയോടുകൂടെ ഉമ്മത്തിന് നേതൃത്വം നൽകാനും നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ നേതൃത്വം ഒരു കാര്യം പറയുമ്പോൾ ആ നേതൃത്വത്തിന്റെ പിന്നിൽ പാറ പോലെ അടിയുറച്ചു നിന്ന് നേതൃത്വത്തിന് ശക്തി പകരാനും നമ്മളൊക്കെ സർവദാ സജ്ജരായിട്ടുണ്ടാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ ദുആയിൽ ഈ സാധുവിനെയും ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സംഗമം സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ പ്രവർത്തകന്മാർ പലരും പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഡയാലിസിസ് ചെയ്യപ്പെടുന്നവരുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള പൈശാചികമായ, മാനസികമായ, ശാരീരികമായ പ്രതിബന്ധങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. റഹ്മാനും റഹീമുമായ റബ്ബേ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, അസ്ഹാബുൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, മഹാന്മാരായ അയിമ്മത്തീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങളുടെ മുൻഗാമികളായ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് എല്ലാവരുടെ പ്രയാസങ്ങളും നീ മാറ്റണേ അല്ലാഹ്. നാളെ ആഖിറത്തിൽ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സ്നേഹജനങ്ങൾ, പ്രസ്ഥാന ബന്ധുക്കൾ എല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.